ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഒരു ട്രാവൽ വ്ളോഗായിട്ട് വന്നേക്കാണ്. അപ്പോൾ ഈ റൈഡ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ ടീം LPയിലെ ടീംസൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 പേരുണ്ട്, നമ്മളിപ്പോൾ 5 പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷ്ണുവിന് വരാൻ പറ്റില്ല, അവന് ലീവില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല. ഈ ഒരു റൈഡ് നമ്മൾ കഴിഞ്ഞ വർഷം പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നായിരുന്നു, പക്ഷേ എന്നാലും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ വട്ടം നമ്മൾ എല്ലാം സെറ്റാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകുന്നത് വെച്ചാൽ മാമ്പരത്തറ വഴി അമ്പനാട് ആ ഒരു പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ മോന് ബുക്ക് നോക്കിയാൽ പൊക്കോ സെറ്റ്. ആ ഒരു സൈലൻസ് നോക്കിയാണ്, വണ്ടിയുടെ സൗണ്ട് മാത്രം, ഒരു മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല. ആ വണ്ടിയുടെ ആ ഒരു സൗണ്ടിൻ്റെ ആ സിംഫണി മാത്രം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് ജെറിയണ്ണൻ, ഓ മൈ ഗോഡ്, കൗരിയണ്ണൻ. അവർ രണ്ടുപേരും ഫ്രണ്ട് ഇപ്പോൾ അവരെ പരിചയപ്പെടുത്താൻ പറ്റില്ല. ഡൂക്കി നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടപ്പോൾ നിർത്തിയാണ്. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടു തന്ന ആ ഒരു വ്യൂ പോയിൻ്റ് കൊണ്ട് അവിടെയാണ് നമ്മൾ താഴോട്ടാണെങ്കിൽ ഒന്ന് കയറി വന്നത്. ശ്രീത്തെ ഒരു ഹായ് കൊടുക്കടാ. ശ്രീത്തിനെ പരിചയപ്പെടുത്തില്ലായിരുന്നു. ശ്രീത്ത് ബൈ. അമലണ്ണ ഇങ്ങോട്ട് നോക്ക്. ചേടാ, നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഹായ്. ഇതൊക്കെയാണ് നമ്മുടെ ടീംസ്. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അത് മാറിക്കിട്ടി. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. നൈസിനുണ്ടോ അവിടെയൊക്കെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നൈസ് വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ ടീംസ്, ടീം LP. ഒരുത്തം മാത്രമല്ല, വിഷ്ണു. അങ്ങനെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മഴ നല്ല കിടലിനായിട്ട് പെയ്യുന്നുണ്ടല്ലേ. നൈസ് മഴ. അതാണ്ട് ഫുള്ള് കോട കയറി. ശബരിണ്ണ കാണിച്ചേ. പാവങ്ങളുടെ മൂന്നാർ അല്ല, പാവങ്ങളുടെ അല്ല, കൊല്ലംകാരുടെ മൂന്നാർ. അതെ. നൈസ്. ജെറണ്ണൻ ട്രിവാൻഡ്രത്തായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ തിരക്കുകളെല്ലാം മാറി ഒരു ദിവസം വൈബ് അടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ടെന്നാ, പൊളിയല്ലേ? പിന്നെ അല്ല, ഈ ട്രിപ്പ് മെയിനായിട്ട് കുത്തിപ്പൊക്കി തുടങ്ങിയതാണ് ശൗര്യണ്ണാണ്. ഞാൻ താഴെ വന്നപ്പം മേലത്തെ വ്യൂ പോയിന്റ് കാണിച്ചത് കേട്ടോ. ചെറുതായിട്ടൊന്ന് മഴ പെയ്തോളൂ, ഫുള്ള് കോട വരും. ഇപ്പം കണ്ടില്ലേ, മഴ മാറിയപ്പം കയറിയ കൂടെ അതുപോലെ തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതാണ് പണി എന്ന് പറഞ്ഞാൽ. എൻ്റെ മോനെ കിക്കർ വരിപ്പോയി. ഈശ്വരോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കിക്കർ പോയി അമ്മാനെ, കപ്പ് കിട്ടി. അങ്ങനെ അവിടെ നിന്നെല്ലാം മാറി കുറേ ദൂരം ഓടി വേണ്ട. അമ്പനാട് ടീ എസ്റ്റേറ്റ് അതിൻ്റെ എൻട്രൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അങ്ങനെ ഇതിനകത്തോട്ട് കയറണമെങ്കിൽ ഒരു ബൈക്കിന് 100 രൂപ പാസ് ഉണ്ട് കേട്ടോ. അപ്പം വരുന്നവർ ടിക്കറ്റ് മണി കയ്യിൽ വരിക. എനിക്ക് പണി കിട്ടി, നമ്മളെൻ്റെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു.
ശബരിനെ നോക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ അതിനേക്കാളും സെറ്റ് അല്ലേ അണ്ണ? എൻ്റെ മോനെ കോട പോകുന്നതിൻ്റെ ബാബാ ആ മേളിൽ നിന്ന് പാറയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വേറൊരു പാറ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിടിലം എങ്ങനെയുണ്ട്? എൻ്റെ പൊന്നു ചെറിയ വന്നാ നിൽക്കുന്നു. ചാവണി ബ്രോ. ഓ ടാറിന് പണിയല്ലേ ഇവിടെയൊക്കെ വരുമല്ലേ? മോനെ രക്ഷയില്ല, അടിപൊളി. നമ്മൾ വേറെ സ്പോട്ട് പോയി കിട്ടിയത് അതിനേക്കാൾ വലിയ സ്പോട്ട്. പക്ഷെ നമ്മൾ ഇറങ്ങിയായിരുന്നു, ഒരുപാട് വിഷ്വൽസ് മിസ്സായിട്ടുണ്ട്. കാരണം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങളുടെ മെമ്മറീസ് എല്ലാം ഫില്ലാണ്. അവിടുത്തെ കാഴ്ചകളെ കണ്ട് അടിപൊളിയായിരുന്നു. രക്ഷയില്ല, നമുക്കത് എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതുവരെ അമ്പനാട് പോകാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളവിടെ നേരത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇതിൽ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. നമ്മളൊരു ഫ്രണ്ട്സായിട്ട് പോയതിൻ്റെ ഒരു മെമ്മറീസായിട്ട് വേണ്ടിയാണ് ഈ ഒരു വ്ളോഗ് തന്നെ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെയും from this channel.